നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഭരണകൂടത്തിന്റെ ജനപ്രീതി അളക്കുന്നത് അവർ സാധാരണക്കാരായ മനുഷ്യരോട്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട അധ്വാന വർഗത്തോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയുടെ ജീവനാഡിയായി പ്രവർത്തിച്ചവരാണ് ആശാ വർക്കർമാർ. കോവിഡിന്റെയും പ്രളയത്തിന്റെയും മഹാമാരികളുടെയും കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് നാടിനെ കാത്ത ഈ സ്ത്രീരത്നങ്ങളെ മാലാഖമാർ എന്ന് വിളിച്ച് കൈയടിച്ചവർ തന്നെയാണ് പിന്നീട് അവരെ തെരുവിലേക്ക് തള്ളിവിട്ടത്. തങ്ങളുടെ ന്യായമായ വേതനത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി ആശാ വർക്കർമാർ നടത്തിയ ദീർഘകാലത്തെ സമരം കേവലം ഒരു തൊഴിൽ തർക്കം മാത്രമായിരുന്നില്ല, മറിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സാധാരണക്കാരായ സ്ത്രീകളുടെ വൻ പ്രതിഷേധമായിരുന്നു. ഇടത് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാനും ഒടുവിൽ പിണറായി സർക്കാരിന്റെ ദയനീയമായ പരാജയത്തിലേക്ക് വഴി തുറക്കാനും ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീരിനും തെരുവ് സമരങ്ങൾക്കും കഴിഞ്ഞു എന്നത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു കാവ്യനീതിയാണ്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും തകർച്ചയ്ക്ക് ശേഷം ഇടതുപക്ഷം ഇന്ത്യയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഏക സംസ്ഥാനമായിരുന്നു കേരളം. ജനകീയ ബദലുകളെക്കുറിച്ചും തൊഴിലാളി വർഗ സർക്കാരിനെ കുറിച്ചും വാചാലരായ പിണറായി വിജയൻ ഭരണകൂടം പക്ഷേ താഴെത്തട്ടിലുള്ള താൽക്കാലിക ജീവനക്കാരെ അടിമകളെ പോലെയാണ് കണ്ടത്. കോവിഡ് കാലത്ത് പിണറായി വിജയൻ നടത്തിയ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ ലോകത്തിന് മുന്നിൽ കേരള മോഡൽ ഉയർത്തിക്കാട്ടിയപ്പോൾ അതിന്റെ യഥാർത്ഥ ശില്പികൾ ഈ ആശാ വർക്കർമാരായിരുന്നു. കടുത്ത വേനലിലും പെരുമഴയത്തും വീടുകൾ കയറിയിറങ്ങി രോഗവിവരങ്ങൾ ശേഖരിക്കാനും മരുന്നുകൾ എത്തിക്കാനും ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉറപ്പാക്കാനും ഇവർ കാട്ടിയ ആത്മാർത്ഥതയ്ക്ക് സർക്കാർ നൽകിയ പ്രതിഫലം വെറും അവഗണന മാത്രമായിരുന്നു. തുച്ഛമായ ഇൻസെന്റീവുകൾ മാസങ്ങളോളം കുടിശ്ശികയാക്കുകയും ജീവിക്കാനുള്ള മിനിമം കൂലി പോലും നിഷേധിക്കുകയും ചെയ്തതോടെയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് സമരത്തിന്റെ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സെക്രട്ടേറിയറ്റ് പടിക്കലും കളക്ടറേറ്റുകൾക്ക് മുന്നിലും ആശാ വർക്കർമാർ നടത്തിയ സമരം കേരള മനസ്സാക്ഷിയെ ഉണർത്തുന്നതായിരുന്നു. എന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കടുത്ത അഹങ്കാരവും നിസ്സംഗതയുമായിരുന്നു. സമരം ചെയ്യുന്ന സ്ത്രീകളെ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തയ്യാറായില്ല. ചായപ്പൈസയ്ക്ക് തുല്യമായ തുക പ്രഖ്യാപിച്ച് സമരം ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ബജറ്റുകളിൽ കോടികൾ ദൂർത്തടിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വിദേശ യാത്രകൾക്കും പുതിയ വണ്ടികൾ വാങ്ങാനും പണം കണ്ടെത്തിയ പിണറായി വിജയൻ സർക്കാർ തങ്ങളെ ഊട്ടുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ വയറ്റ് തടുക്കുകയാണ് ചെയ്തത്. ഈ സമരം നീണ്ടുപോയതോടെ പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ ദാർഷ്ട്യത്തിന് മേലുള്ള അമർഷം വർദ്ധിച്ചു വന്നു. സ്വന്തം പാർട്ടിയിലെ വനിതാ സംഘടനകൾ പോലും ഈ സ്ത്രീകളുടെ വിലാപങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചത് ഇടതുപക്ഷത്തിന്റെ കാപട്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്നത് സാധാരണക്കാരായ തൊഴിലാളി കുടുംബങ്ങളാണ്. ഓരോ വാർഡിലും ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ആശാ വർക്കർമാർ. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് സമരം ചെയ്തത്. തങ്ങളെ പട്ടിണിക്കിട്ട പിണറായി സർക്കാരിനെതിരെ ഈ സ്ത്രീകൾ തങ്ങളുടെ കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും സംസാരിച്ചു തുടങ്ങിയത് CPMന്റെ അടിത്തട്ടിലെ വോട്ട് ബാങ്കുകളെയാണ് തകർത്തത്. വോട്ട് ചോദിച്ചു ചെന്ന പാർട്ടി നേതാക്കളോട് തങ്ങളുടെ അമ്മമാരും സഹോദരിമാരുമായ ആശാപ്രവർത്തകരുടെ കണ്ണീരിനെ കുറിച്ച് ജനങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ മറന്ന പിണറായി വിജയനും കൂട്ടർക്കും തങ്ങളുടെ ഉറച്ച വോട്ടുകൾ ചോർന്നു പോകുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഭരണകൂടം ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു പോയി എന്നതിന്റെ ജീവിക്കുന്ന തെളിവായി ആശാമാരുടെ സമരം മാറുകയായിരുന്നു. ആശാ വർക്കർമാരുടെ സമരം സൃഷ്ടിച്ച ജനവികാരം കൃത്യം ഉപയോഗിക്കുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. സുവേന്ദു അധികാരി ബംഗാളിൽ മമതയുടെ ഭരണം അവസാനിപ്പിച്ചതുപോലെ ശക്തമായ ജനകീയ സമരങ്ങളിലൂടെ പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ UDFും BJPയും ഈ വിഷയം ഉയർത്തിക്കാട്ടി. പാവപ്പെട്ട സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയാത്ത കപട ഇടതുപക്ഷമെന്ന പ്രചാരണം ജനങ്ങൾക്കിടയിൽ വേരൂന്നി. തുടർന്നുണ്ടായ തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത കോട്ടകളിൽ പോലും കാണുന്ന പരാജയമാണ് നേരിടേണ്ടി വന്നത്. തൊഴിലാളി വിരുദ്ധമായ നയങ്ങളും സാധാരണക്കാരോട് കാണിച്ച ക്രൂരതയും പിണറായി വിജയൻ എന്ന ബിംബത്തിന്റെ തകർച്ച പൂർത്തിയാക്കി. അഹങ്കാരത്തോടെ ജനങ്ങളെ നേരിട്ട ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലം. പശ്ചിമ ബംഗാളിൽ 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിച്ച് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കർഷകരുടെ സമരങ്ങളായിരുന്നുവെങ്കിൽ
കേരളത്തിൽ പിണറായി വിജയന്റെ സാമ്രാജ്യം തകർന്നടിയാൻ ഒരു പ്രധാന കാരണം ആശാ വർക്കർമാരുടെ കണ്ണീരായിരുന്നു. അധികാരത്തിന്റെ തണലിൽ ആരെയും അടിച്ചമർത്താമെന്ന ഭരണാധികാരികളുടെ ചിന്ത തെറ്റാണെന്ന് ഈ സാധാരണക്കാരായ സ്ത്രീകൾ തെളിയിച്ചു. നിയമസഭയിലും ജനങ്ങൾക്കിടയിലും പിണറായി സർക്കാരിന്റെ പരാജയത്തിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്ത ആ പാവപ്പെട്ട സ്ത്രീകളുടെ പോരാട്ടം ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തപ്പെടും. ജനങ്ങളെ മറക്കുന്ന ഒരു ഭരണകൂടത്തിനും അധികകാലം നിലനിൽപ്പില്ലെന്ന വലിയൊരു രാഷ്ട്രീയ പാഠമാണ് ആശാമാരുടെ സമരം കേരളത്തിന് നൽകിയത്. ഇപ്പോൾ അധികാരത്തിലേറിയ UDF സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ആശമാർക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആശമാർ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാവുകയുമാണ്. കൂലി കൊടുക്കാതിരുന്നിട്ട് ന്യായം പറയുകയും അങ്ങനെ എലിയ പ്രസവിക്കാൻ നടക്കുകയും ചെയ്യുന്ന ആളുകള് മുൻ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ നമുക്ക് മാതൃക നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വീട്ടിൽ പോയിരിക്കുന്നത്. അത് മാത്രമേ അതിന് മറുപടിയുള്ളൂ. എന്തായാലും കേരള സമൂഹം അതിനെ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു. ആ 10 വർഷക്കാലം ഈ കേരളത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ കാലമായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ കവാടം പോലീസ് ഉപരോധിച്ച് തുറന്നിരിക്കുകയാണ്. ഈ അതിരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് തോക്കേന്തിയ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് നിൽക്കുന്നത്. നമ്മൾ ഗതാഗതം നമ്മുടെ എങ്ങനെയാണെന്നറിയാം. ഒരു ജനാധിപത്യ സംവിധാനം വരുന്നെങ്കിൽ അതിനെ ഇരു കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കുകയും ഈ ഭരിക്കുന്ന ഗവൺമെന്റിന് അതിനോട് വിമർശനമുണ്ടെങ്കിൽ ജനാധിപത്യപരമായി വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് ആരിടത്തും നമ്മൾ അടിയറ വെച്ചിട്ടില്ല. എന്ന് സമരം തുടങ്ങുന്ന ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തായാലും ഇന്നലെ ആദ്യ മണിക്കൂറിൽ 3000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ അത്ഭുതാദരവോടുകൂടി അതിനെ ഏറ്റെടുക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഡിമാൻഡിനകത്ത് യാതൊരു തരത്തിലുള്ള പിന്നോക്കം പോക്കുമില്ല. 21,000 രൂപ എന്ന് പറയുന്ന മിനിമം വേതനം, അത് പട്ടിണി കൂലിയാണ്. അതുപോലെ വിരമിക്കൽ ആനുകൂല്യം, ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കൽ, സേവനവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെല്ലാം ഞങ്ങൾക്ക് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഞങ്ങൾക്ക് നിവേദനവുമായി സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏത് മന്ത്രിമാരെയും പോയി കാണാൻ പറ്റുമെന്നുള്ളത് പറയുന്നത് ഈ ജനാധിപത്യത്തിന് ഒരു ശ്വാസം നേരെ വിടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതിനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എല്ലാം പരിശോധിക്കണമല്ലോ. അവിടെ അതെ, ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണമാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാധ്യത ഉണ്ടാകുന്ന പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുത്തിട്ടല്ല ബാധ്യത ഉണ്ടാകുന്നത്. ബാധ്യത ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ധൂർത്തടിക്കുമ്പോഴാണ് ബാധ്യത ഉണ്ടാകുന്നത്. ഇഷ്ടക്കാർക്ക് വാരിക്കയറി കൊടുക്കുമ്പോഴാണ് ധൂർത്തുണ്ടാകുന്നത്. പ്രയോറിറ്റി വേണം, മുൻഗണന. ആർക്ക് എന്ന മുൻഗണന? ഇത് മുഴുവൻ വേണം. 6,000 കോടി പിന്നെ ഇപ്പോഴും ഖജനാവിലുണ്ടെന്ന് മുൻ ധനകാര്യമന്ത്രി വലിയ ഗമയിൽ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മുന്നിലാണ് ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 100 രൂപ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 3,000 രൂപ തന്ന് ഈ സമരം ഒന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ പടിപടിയായി നിങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ആവശ്യപ്പെട്ടത്. അന്നേരം എന്താണ് പറഞ്ഞത്? ധനസ്ഥിതി മോശമാണെന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ധനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദാനിക്കും അംബാനിക്കും അതുപോലുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ധനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് വെക്കാൻ ധനമുണ്ട്. PSC മെമ്പർമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ധനമുണ്ട്. ജയിൽ പുള്ളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ധനമുണ്ട്. കെട്ടിട സമുച്ചയങ്ങൾ കെട്ടാൻ ധനമുണ്ട്. അപ്പൊ പ്രയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ദിവസം 232 രൂപയ്ക്ക് മനുഷ്യൻ ജീവിക്കണോ, എങ്ങനെ ജീവിക്കും എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും വേണം. എന്താണ് കിട്ടിയ സാഹചര്യത്തിൽ ഏറ്റവും ആർഭാടപൂർണമായി അർമാദിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയമായി ചോദിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉത്തരം പറയുന്നത്. രാഷ്ട്രീയം ചോദിച്ചാൽ രാഷ്ട്രീയം പറയും. ശ്രീമാൻ ഇളമരം കരീം നൂറുകണക്കിന് ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റുമാണ്. അദ്ദേഹം ആ തൊഴിൽ ചെയ്തിട്ടൊന്നും അല്ല അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ചുമട്ടെടുത്തിട്ടല്ല അദ്ദേഹം ചുമട്ട് തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ നേതാവായിരിക്കുന്നത്. അങ്ങനെയല്ല ഒരു ട്രേഡ് യൂണിയൻ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച്, നിയമമനുസരിച്ച് ഏത് തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ആളുകളോട്
അതോടൊപ്പം ഒരു ഇത്ര ശതമാനം ആളുകൾ പുറത്തു നിന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഈ രാജ്യത്ത് നിയമം മൂലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആ ട്രേഡ് യൂണിയന്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ആശമാര്. അവർ വെറും ആശയല്ല, സംസ്ഥാന ഭാരവാഹികളാണ് നിൽക്കുന്നത്. തൊഴിലാളികളുടെ ശബ്ദമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിനെ നശിപ്പിച്ചു, അതിനെ കശാപ്പ് ചെയ്തു. വീണ്ടും അതൊന്ന് ഉണർന്നു വരാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളെ ഇതേപോലെ തെരുവിൽ അപമാനിക്കില്ലായിരുന്നു.